2 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അത് നന്നായി ഉടച്ചെടുക്കണം, നല്ലോണം ഉടയണം. അതിലേക്കൊരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. മല്ലിയില ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് 1/4 കപ്പോളം ഇട്ട് കൊടുക്കണം. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞത്, കുരുവില്ലാതെ പിഴിയാൻ നോക്കണം. 4 ബ്രെഡ് നല്ലോണം ക്രഷ് ചെയ്തെടുത്തതാണ്, ചെറിയ മിക്സി ജാറിലിട്ടിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. മൊത്തത്തിൽ നന്നായി മിക്സാക്കി കൊടുക്കണം, എല്ലാ ഭാഗവും ഒരുപോലെ മിക്സാക്കണം. ഇത്രയും മതി. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളി എടുത്തിട്ട് ബോൾ ഷേപ്പാക്കി എടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ നോക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. നല്ല അടിപൊളി സ്നാക്സാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാകും. ഒരു 1/4 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് ചുവന്ന മുളകില്ലേ, അത് ക്രഷാക്കിയതുണ്ടെങ്കിൽ അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. കുറച്ച് ലൂസിലായിരിക്കണം, ഓവർ കട്ടിയിലാകണ്ട. ഇനി ഓരോ ബോൾ ഷേപ്പ് എടുത്തിട്ട് ആദ്യം ഈ മൈദ മിക്സിലും പിന്നെ ഈ ബ്രെഡിലും മുക്കിയെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. ആദ്യം ഒരു ബോൾസ് എടുത്തിട്ട് ഒന്ന് മൈദ മിക്സിൽ, പിന്നെ ബ്രെഡ് പൊടിച്ചതിലും, അങ്ങനെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ബോൾസ് എടുത്തിട്ട് അമർത്തി കൊടുക്കാം. ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ബ്രെഡ് അതിലേക്ക് നന്നായി പിടിക്കും. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ആക്കരുത്, ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ വേവാനുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായാൽ എടുത്തു മാറ്റാം. നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലോണം ഇഷ്ടപ്പെടും. എല്ലാം കൂടി തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാക്കി എടുക്കണം. ഇത്രയും മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ കുത്തി കൊടുക്കാം, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. പൊട്ടാറ്റോ ലോലിപോപ്പ് എന്നല്ലേ പേര്, അപ്പം ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാൻ നോക്കണം. അത് ടൂത്ത് പിക്ക് തന്നെ വേണമെന്നില്ല, ഈർക്കില അതുപോലെ കുത്തിയെടുത്താൽ മതി. കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 മുറി ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയതും 1 ടേബിൾ സ്പൂണോളം ഉള്ളി മതി. ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും, ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ സോസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ലോലിപോപ്പ് എടുത്തിട്ട് ഇതിന് മുക്കി കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇതില്ലെങ്കിൽ കെച്ചപ്പ് ആയാലും മതി, അതേപോലെ തന്നെ മയോണൈസ് ആയാലും മതി, ഇതന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.